Design of beams. So as we discussed, there are different types of beams based on the location as well as the function served by the beams. So the different terminologies include beam. So we discussed already. Beam is a structural member subjected to the transverse load or the loads acting perpendicular to the longitudinal axis. So ഇങ്ങനെ ഒരു horizontal member ആണെങ്കിൽ റൈറ്റ് അതിന് ഇതിന്റെ ആക്സിസ് ഹൊറിസോണ്ടൽ ആണ്. സോ ഇങ്ങനെ അതിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് ലോഡ് എടുക്കുന്നത് ത്രൂ ബെൻഡിങ്, ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ബീം. ആൻഡ് വി ഹാവ് ദ ജോയിസ്റ്റ്. ബീം ഈസ് ജോയിസ്റ്റ് ഈസ് എ ബീം, അതും ഒരു ബീം തന്നെയാണ്. പ്രൊവൈഡഡ് ഇൻ എ സോ ബേസിക്കലി ഇപ്പൊ നമുക്കൊരു ടോപ്പ് പ്ലാൻ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കൊരു ബിഗ് റൂം ആണെന്ന് കൺസിഡർ ചെയ്യുക. ബിഗ് റൂമിൽ 4 എൻഡ്സിലും നിങ്ങൾക്ക് ബീംസ് ഉണ്ട്. സോ ഈ 4 ലൈൻസും ബീംസ് ആണ്. ഇൻ ബിറ്റ്വീൻ യു വിൽ ബി ഹാവിംഗ് സ്മോൾ ബീംസ്. സോ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ബീംസിനെയാണ് ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് then you have the girder. Girder is a large beam supporting large number of joists. So beam എന്നുള്ളത് ഒരു കോമൺ ടെർമിനോളജി ആണ്, അത് മനസ്സിലാക്കുക. ബീം കോമൺ ടെർമിനോളജി ആണ്. ആൻഡ് ജോയിസ്റ്റ് ആർ ദ സെക്കൻഡറി ബീംസ് എന്ന് പറയുന്നതാണ് ജോയിസ്റ്റ്. അപ്പോൾ girders are the large beam supporting a large number of joists. So ഈ ഒരു അറേഞ്ച്മെന്റിൽ ഇപ്പൊ ഇതിൽ 3 ജോയിസ്റ്റ് ഉണ്ട്. അപ്പൊ സോ ഈ ലാസ്റ്റിൽ ഉള്ള 2 എൻഡ് ബീംസ് ആണ് girders. ബിക്കോസ് ഈ ബീം എന്ന് പറയുന്നത് ഈ ജോയിസ്റ്റിന്റെ ലോഡും അഡീഷണൽ ആയിട്ട് റൂഫിന്റെ ലോഡും ക്യാരി ചെയ്യും. അപ്പൊ അതിന്റെ സൈസ് കൂടുതൽ വേണം. Then we have the spandrels. So they are the exterior beams at floor levels of the building. So ഇതെല്ലാം ഉൾപ്പെടെ ഇതെല്ലാം തന്നെ സ്പാൻഡ്രൽസ് ആണ്. ചെയ്തിരുന്നതാണ്. ബേസിക്കലി അത് ആവശ്യമുള്ളത് ട്രസ്സിലാണ്. സോ ട്രസ്സിൽ ഇങ്ങനെ 2 റൂഫ് എലമെന്റ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ റൂഫ് ഉണ്ടാവും, അല്ലെങ്കിൽ റൂഫ് മെറ്റീരിയൽ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ലെങ്ത് വൈസ് അറേഞ്ച് ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് പെർലിൻസ്. ദീസ് ആർ ദ പെർലിൻസ്. സോ ഈ പെർലിൻ ആണ് റൂഫിന്റെ മെറ്റീരിയൽ. റൂഫ് മെറ്റീരിയൽ പെർലിൻ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ട്രസ്സിലേക്ക് കൊടുക്കുന്നത്. So that about so they are the beams which carry roof loads in trusses. And we have the girder. Girder is a horizontal beam spanning between the wall columns of an industrial building to support the wall covering. So ഇതെങ്ങനെ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിന്റെ അകത്തുള്ളൊരു പ്ലെയിൻ വാൾ, ഇങ്ങനൊരു വലിയൊരു സൈഡ് വാൾ എന്ന് ഇരിക്കുക, ഉള്ളിലൊരു സൈഡ് വാൾ. സോ നമുക്ക് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആകുമ്പോൾ നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ടാവും, കുറെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഉണ്ടാവും. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമുക്കത് ക്രെയിൻ വെച്ച് ഷിഫ്റ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ വോളിൽ തന്നെ ഇൻഡിവിജ്വൽ കോളംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പാർട്ട് അറേഞ്ച് ചെയ്തിട്ട് ആൻഡ് യു വിൽ ബി ഹാവിംഗ് എ ബീം റണ്ണിങ് ത്രൂ ദിസ് പോയിന്റ്. ഇതിന്റെ ഒരു സൈഡ് വ്യൂ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കോളം ഉണ്ടാവും, വാൾ കോളം ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ ഒരു കോർബൽ ഉണ്ടാവും. കോർബൽ ഉണ്ടാവും. ഈ കോർബലിന്റെ മുകളിൽ കൂടി ആണ് ബീംസ് പോകുന്നത്. സോ ഇത് ഹൊറിസോണ്ടൽ ആണിത്. സോ ഇതിന് മേലെ ക്രെയിൻസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യും. സോ ദാറ്റ് ദ മെറ്റീരിയൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിന്റ് ടു ദ അനദർ പോയിന്റ്. ഇതിന്റെ സൈഡ് വ്യൂ, ഇതിന്റെ ലൈക് സെക്ഷൻ വ്യൂ ആണ്. So that about the gird. It's a horizontal beam spanning between the wall column of industrial buildings to support the wall coverings. So അതാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ഉള്ളൊരു ടെർമിനോളജിയാണ് ബീം കോളം. അത് നിങ്ങൾക്ക് ഇത്തിരി പുതിയ ടെർമിനോളജിയാണ്. നിങ്ങൾ ബീം പഠിച്ചിട്ടുണ്ട്, കോളം പഠിച്ചിട്ടുണ്ട്. സോ ബീം കോളം, അതൊരു ബീം കോളത്തിന്റെ ജസ്റ്റ് കോമ്പിനേഷൻ അല്ല. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് ബെൻഡിങ്. സോ നമ്മൾ ഇത്ര പഠിച്ചിരുന്നത് ഒരു പ്യുവർ ബീം ആണെങ്കിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് ഇറ്റ് വിൽ ബി ടേക്കിംഗ് ഓൺലി ദ വെർട്ടിക്കൽ ലോഡ്, എന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് മാത്രമാണ്, റൈറ്റ്? ഇനി എന്തെങ്കിലും ഒരു ലോഡിന്റെ എഫക്റ്റും ഉണ്ട്. ദിസ് മെമ്പർ ഈസ് സബ്ജക്റ്റ് ടു ആൻ ആക്സിയൽ കംപ്രഷൻ ഓൾസോ. ഇങ്ങനെ കംപ്രസീവ് ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
this beam is called as a beam column because like beam behavior ഉണ്ട് column behavior ഉണ്ട്. ഇതാണ് പറയുന്നത് ബീം കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ഇത്തിരിയോട് കോംപ്ലക്സ് ആണ് ബിക്കോസ് നോർമൽ ആയിട്ടുള്ള പ്യുവർ ബെൻഡിങ് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള കംപ്രഷനും അല്ല, രണ്ടിന്റെ കോമ്പിനേഷൻ ആകുമ്പോൾ കൂടുതൽ സ്ട്രെസ്സസ് ഉണ്ടാവും. റൈറ്റ്. സോ അതിന്റെ അനാലിസിസ് ഇത്തിരി കോംപ്ലക്സ് ആണ്. ഇനി ഉള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷൻ. നമ്മൾ സ്റ്റീൽ സെക്ഷൻ നമ്മൾ ക്ലാസ് ഡേ 1 മുതൽ പഠിക്കുന്നതാണ്. നമ്മൾ ആദ്യം പഠിച്ചത് സ്റ്റീൽ മെറ്റീരിയലിനെ പറ്റിയാണ്. മെറ്റീരിയലിനെ പറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അവൈലബിൾ സ്റ്റീൽ സെക്ഷൻ പഠിച്ചു. നമ്മൾ പറഞ്ഞ മെയിൻ കാര്യമുണ്ട്, അതായത് കോൺക്രീറ്റ് നമുക്ക് ഏത് രീതിയിലും ഇഷ്ടമുള്ള ഷേപ്പിൽ സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റീൽ എന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പർ നമ്മൾ ഫാക്ടറി പോയിട്ട് അല്ലെങ്കിൽ ഫാക്ടറി മെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാർക്കറ്റിൽ പോയി വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷൻസും അവൈലബിൾ അല്ല. കുറച്ചധികം ജനറൽ സെക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ടെൻഷൻ മെമ്പറിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സെക്ഷൻസ് ആണ് റോഡ്, ആംഗിൾ സെക്ഷൻ അങ്ങനെയുള്ളത്. അതേപോലെ കംപ്രഷന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഉള്ളത് എച്ച് സെക്ഷൻ ആണ്. ഐ സെക്ഷൻ, എച്ച് ഒക്കെയാണ് കംപ്രഷൻ യൂസ് ചെയ്യുന്നത്. സിമിലർലി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ബിൽഡർ സെക്ഷനിലേക്ക് പോകും, നമുക്ക് കപ്പാസിറ്റി അത്ര കിട്ടുന്നില്ലെങ്കിലും. ഇനി ബീമിന്റെ കേസിലേക്ക് വരുമ്പോൾ the most efficient and the economical section is the I section. So I section ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സെക്ഷൻ in the case of beams because ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വളരെ കൂടുതലാണ്. നമുക്കറിയാം by the pure bending moment equation m is equal to f into z. So what is f into z? What is f? What is z? What is m? Anyone? അറിയാവുന്ന ഇത് പറഞ്ഞാൽ മതി. എഫ് എന്താ, ഇസഡ് എന്താ, എം എന്താ? ആരാ പറയാ? ഇത് പ്യുവർ ബെൻഡിങ് ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ MOS പഠിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കോൺക്രീറ്റ് ഡിസൈനിലും ഈ ഇക്വേഷൻസ് ഉള്ളതാണ്. എന്താണ് എം ഈക്വൽ ടു എഫ് ഇസഡ്? Can I call Alina Johnson? Sir? Yeah. Hello? M equal to F Z le F M Z ഒക്കെ എന്താണ്? Wrong ആയിക്കോട്ടെ, just tell, try to tell. M എന്തായിരിക്കും? Moment ആണ് sir. Yeah, M is the bending moment. It's fine. So what is F and Z? ഓർമ്മയില്ല sir. Any other? അറിയാവുന്ന ആരെങ്കിലും പറയാം, അല്ലെങ്കിൽ can I call Mary Moll? Sir, അറിയില്ല sir. അറിയില്ല. ഞാൻ കുറെ പേരെ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അറിയാവുന്ന ആരാ ഉള്ളത്? നോബൽ, മീനാക്ഷി, ജിഷാന, എനിവൺ? Sir, F maximum permissible stress. F is the maximum Permissible stress. അങ്ങനത്തെ terminology. F is the bending stress. Yeah. Then what will be the Z? Distance between. Is wrong. Is the distance അല്ല. Set section modulus. Yeah, section modulus. Section modulus എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? I'm telling like what is the equation? എന്താ section modulus എന്താ? അതൊരു കോസെഷൻ പ്രോപ്പർട്ടി ആണ്, but how to find that one? Any idea? Sir, I by J. I by J. I by J. J is wrong. അല്ലെങ്കിൽ J എന്താ മീൻ ചെയ്യുന്നത്? J കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? മറന്നുപോയി സർ. പിന്നെ എന്തൊരു മോഡുലസ് അല്ലേ? മോഡുലസ് ഓഫ് അല്ല, എന്താ ഇസഡ് ആണോ പറയുന്നത്? അല്ല, ജെ. സോറി, അത് പറയുന്നത് നിങ്ങൾ ടോർഷനിലേക്ക് പോയിരിക്കുന്നത്. മനസ്സിലായോ? ടോർഷന്റെ കേസിലാണ് ആ ജെ വരുന്നത്. പ്യുവർ ബെൻഡിങ്ങില് ജെ വരുന്നില്ല. പ്യുവർ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ആണ് ഞാനിപ്പോ ഈ PDF എഴുതിയിരിക്കുന്നത്. അതില്
If I tell M is the bending moment, I is the moment of inertia, F is the bending stress, Y is the, what is Y? ഈ Y ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് J എന്ന് പറയുന്നത്. Y എന്താ? E is the modulus of elasticity and R is the radius of curvature. അപ്പോ നമുക്ക് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ എം ഇക്വൽ എഫ് എസ് കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇക്വേറ്റി ലൈക്ക് ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത ഈ രണ്ട് വാല്യൂസ് എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ എടുക്കുക. ബിക്കോസ് എം ഈസ് ഈക്വൽ ടു I into F by Y. So I by Y ആണ് F Z. So what is I? I എന്താണ്? I എന്താ അറിയാതിരിക്കല്ലോ. എത്ര പ്രോബ്ലം ചെയ്ത നമ്മൾ? Moment of inertia. Yeah, I is the moment of inertia. So what is Y? ഇനി Y അറിഞ്ഞാൽ നമുക്ക് Z ഫൈൻഡ് ചെയ്യാം. Modulus of elasticity. No, that is E. E ആണ് modulus elasticity. Y എന്താണ്? Y ആണ് സർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ R and Distance between ശരിയാണ്. Between what? രണ്ട് ഏറ്റവും എൻഡിലുള്ള ഏറ്റവും കൂടുതൽ and minimum. ഏറ്റവും കൂടുതൽ അത് ക്ലിയർ ആയില്ലല്ലോ. ഏറ്റവും കൂടുതൽ എന്താണ്? ഒരാള് കോൺഫിഡന്റ് ഉള്ള പറഞ്ഞു. ഞാൻ മിക്സ് ആയി പോയി. എനിവൺ പറഞ്ഞോളൂ, എന്താണ്? പറഞ്ഞോളൂ. സർഫസിലുള്ള രണ്ട് പേര് കിട്ടുന്നു. പേര് കിട്ടുന്നില്ല. ആക്സിസ് ടു എക്സ്ട്രീം എൻഡ് ആണോ? ആക്സിസ് ആണ്. എന്ത് ആക്സിസ് ആണ്? അതാണ് ക്ലാരിറ്റി വരാത്തതുകൊണ്ടാണ്. പല ആക്സിസ് ഉണ്ട്. എന്ത് ആക്സിസ് ആണ്? Neutral axis ആണ്. Very good. So neutral axis. So I sectionന്റെ കേസിൽ I section being symmetric ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈക്ക് ഇതിന്റെ ഓൾമോസ്റ്റ് ഹാഫ് ഡെപ്തിലാണ് വരിക. സോ ഇതിന്റെ ഹാഫ് ഡെപ്ത് അല്ലെങ്കിൽ ഈ ന്യൂട്രൽ ആക്സിസ് എന്ന ഈ പോയിന്റ്, ന്യൂട്രൽ ആക്സിസിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ കംപ്രഷൻ സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സോ ഇല്ല. സോ ഇങ്ങനെയുള്ള ന്യൂട്രൽ ആക്സിസ് ചെയ്യുന്ന ടു ദ എക്സ്ട്രീം എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈയുടെ വാല്യൂ. സോ ഇതിന്റെ ഈ ഐ സെക്ഷന്റെ കേസിൽ എത്ര വരിക? D/2 വരും, റൈറ്റ്? സോ I by D/2 will give you the I divided by D/2, provided D is the depth of the I section, will give you the Z value. ഇനി I value എന്താണ്? I value നമുക്ക് I sectionന്റെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, റെക്ടാങ്കിളിന് അറിയാം. Fine. So that's the value about how to find Z value. So discussions. I section ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സെക്ഷൻ ബിക്കോസ് ഇറ്റ് ഇസ് മോർ എഫിഷ്യന്റ് ആൻഡ് എക്കണോമിക്കൽ. സോ ഐ സെക്ഷന്റെ നമ്മൾ ചൂസ് ചെയ്യാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സെക്ഷന്റെ പ്രൊവൈഡഡ് മെറ്റീരിയൽ, ഗിവൺ മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്ന ഒരു സെക്ഷനാണ് ഐ സെക്ഷൻ. ബിക്കോസ് സെന്റർ പോയിന്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഏരിയ മാറി നിൽക്കുന്നുണ്ട്. സോ ബേസിക്കലി BDQ ബൈ നമുക്ക് പാരലാക്സ് തിയറം വെച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യും. A² എന്ന വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കൊണ്ട് ഏറ്റവും ഹയസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്ന എഫക്റ്റീവ് സെക്ഷൻ ആണ് ഐ സെക്ഷൻ, റൈറ്റ്? സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഐ സെക്ഷൻ ആണ് ബീമിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കുറെ ടൈപ്പ് സെക്ഷൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്. അപ്പൊ ഇത് ശരിക്കും ഒരു പ്യുവർ ഐ ബീം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ടെല്ലിങ് ഇങ്ങനെ കട്ട് ചെയ്യും. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു കറക്റ്റ് ആയിട്ട്, അതായത് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിക്കും. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ഡിസൈനിലും നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ കാര്യമുണ്ട്. ഒരു സെക്ഷന്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് ഉണ്ടാവില്ല. സോ ഇവിടെ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട്, ഈ ഒരു പോർഷനിൽ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ മെറ്റീരിയലിന്റെ ആവശ്യം കുറവാണ്. സോ വി ആർ economizing by not providing any material in the neutral axis area and providing more material to take the stresses. So ഇത് ഐ സെക്ഷന്റെ ഒക്കെ തന്നെ ഒരു വേറൊരു രീതിയാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ബിഹേവിയർ ഓഫ് ദ കോളം. നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണത്. അപ്പോൾ വി നോ ദ ഡിഫറെന്റ് ടെർമിനോളജീസ്. ഇലാസ്റ്റിക് ലിമിറ്റ് അറിയാം, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അറിയാം, yield സ്ട്രെങ്ത് അറിയാം. So we know the Young's modulus എന്താണെന്ന് അറിയാം, yield strength അറിയാം, sigma y value. Then we know what is strain hardening, what is necking, what is ultimate strength, what is the fracture strength,
ഐഡിയലൈസ്ഡ് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് കർവ്. സോ ഐഡിയലൈസ്ഡ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിൻ ഹാർഡനിങ്, അതായത് ഈവൻ സ്റ്റീല് അതിന്റെ ഈ കപ്പാസിറ്റി കഴിഞ്ഞാലും ദർ ഈസ് ആൻ ഇൻക്രീസ് സ്ട്രെങ്ത്. അത് യൂസ് ചെയ്യാതെ അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കുന്ന ഐഡിയലൈസ്ഡ് സ്ട്രെങ്ത് ആണ് ഐഡിയലൈസ്ഡ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. സെയിം, ബിക്കോസ് നമ്മൾ കുറെ അധികം ന്യൂമറിക്കൽ മോഡലിംഗ് ഉണ്ട്. സോഫ്റ്റ്വെയറിൽ മോഡൽ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ദിസ് വാല്യൂ ഫോർ ദ കാൽക്കുലേഷൻസ്. അപ്പോൾ നോർമൽ റിസർച്ചേഴ്സ് അത് ഒരു ഇത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ ദർ ഇസ് നോ ഇൻക്രീസ് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യും. അങ്ങനെയുള്ള ഒരു കർവാണ് ശരിക്കും ഐഡിയലൈസ്ഡ് ഇലാസ്റ്റോ പ്ലാസ്റ്റിക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് പഠിക്കണ്ട, ജസ്റ്റ് ലൈക്ക്. സോ ഓക്കെ, സോ ബിഹേവിയർ ഓഫ് ദ ബീം ഇത് ഒന്ന് അറിയുന്നല്ലായിരിക്കും. സോ ഐ സെക്ഷന്റെ കേസിൽ ഇൻ പ്യുവർ ബെൻഡിങ് അപ്പൊ നമുക്കറിയാം ന്യൂട്രൽ ആക്സിസ് ഓൾമോസ്റ്റ് മിഡിലാണ്, അത് സിമെട്രിക് ആയതുകൊണ്ട് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആയിരിക്കും ആദ്യം സ്ട്രെസ്ഡ് ആവുക, ബിക്കോസ് അവിടെയാണ് ഫാർദർ ലൊക്കേറ്റഡ്. ഓക്കെ, അപ്പൊ അത് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ വെൻ ദ ബെൻഡിങ് മൊമെന്റ് ഈസ് ലെസ് ദാൻ ദ ഈൽഡ് മൊമെന്റ് ഓഫ് ദ ബീം. അപ്പോൾ ഈൽഡ് കുറവാണെങ്കിൽ ഏറ്റവും മാക്സിമം പോയിന്റിലെ സ്ട്രെസ് ഈൽഡ് സ്ട്രെസ്സിനേക്കാളും താഴെ ആയിരിക്കും. അപ്പോൾ ഒരു ഈൽഡ് മൊമെന്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈൽഡ് മൊമെന്റ് വരാൻ പാകത്തിനുള്ള ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഈൽഡ് സ്ട്രെസ്. അപ്പൊ ലാസ്റ്റത്തെ അതായത് ഏറ്റവും ഫാർ പോയിന്റ് ഈൽഡ് ചെയ്യാൻ തുടങ്ങും. ഈൽഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ് വിൽ ബി കീപ്പ് ഓൺ ഇൻക്രീസിങ്. അതായത് പിന്നെ ഇതിന്റെ അടുത്ത ഫൈബർ അടുത്ത ലെയർ ആയിരിക്കും പിന്നെ ലോഡ് ക്യാരി ചെയ്യുക, അടുത്തെടുക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ പ്യുവർലി പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ when we rewind the column, കോളത്തിൽ പഠിച്ച സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് കോളം പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ കോമ്പാക്ട് ആണോ സെമി കോമ്പാക്ട് ആണോ സ്ലെൻഡർ ആണോ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം കേസ് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു പ്യുവർ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് FI ആവും. പിന്നെ അതിന്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയാ ന്യൂട്രൽ ആക്സിസിന് എബോവ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ഫുള്ളി ആയിട്ട് ഈൽഡ് ചെയ്യും. അപ്പൊ ഈ ഒരു സ്റ്റേജിനെയാണ് ശരിക്കും പ്ലാസ്റ്റിക് മൊമെന്റ്, പ്ലാസ്റ്റിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. That's about the behavior of the beam. And yeah, this is about the classification of cross section. So ഇത് ശരിക്കും കോളം ഡിസൈനിലും അല്ലെങ്കിൽ ബീമിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. സെക്ഷൻ പ്രോപ്പർട്ടി ആണത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള there are 4 classes of cross section. One is class 1 plastic section, one is class 2 compact section, one is class 3 semi compact, and the next one is class 4 slender. So the graph is clearly telling what are the various classes. X axis sorry y axis നമുക്ക് my yield momentum plastic momentum ഉണ്ട്, blade momentum ആണ് vertical ഉള്ളത്, horizontal rotation ആണ്. സോ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ലോവസ്റ്റ് സ്ട്രെങ്ത് കാണിക്കുന്നത് സ്ലെൻഡർ സെക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലെൻഡർ സെക്ഷൻ ആണെങ്കിൽ വളരെ സ്ലെൻഡർ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് ആ ടേബിളിലുണ്ട്, റൈറ്റ്? 4 റേഷ്യോ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലെൻഡർ സെക്ഷൻ ആണെങ്കിൽ സ്ലെൻഡർ സെക്ഷന്റെ കപ്പാസിറ്റി ഒരു കാരണവശാലും ഒരിക്കലും ഈൽഡ് മൊമെന്റിൽ എത്തില്ല. വളരെ ചെറിയ മൊമെന്റിൽ തന്നെ ആ സെക്ഷൻ ഫെയിൽ ആവും. ഇതാണ് സ്ലെൻഡർ സെക്ഷന്റെ പ്രത്യേകത. ക്ലാസ് 4 ആണ്. ഇനി അടുത്ത് നോക്കുന്നത് സെമി കോമ്പാക്ട് ആണ്. സെമി കോമ്പാക്ടിന്റെ കേസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെമി കോമ്പാക്ട് ക്ലാസ് 3. അപ്പൊ ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട്. സ്ലെൻഡർ സെക്ഷനിൽ ഒരു കാരണവശാലും അൾട്ടിമേറ്റ് സ്ട്രെസ് FIനേക്കാളും എക്സീഡ് ചെയ്യില്ല. ബിക്കോസ് നമുക്കറിയാം അതിന് മുന്നേ ഫെയിൽ ആവുന്നുണ്ട്. ഇനി സെമി കോമ്പാക്ടിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈൽഡ് എത്തും, ബട്ട് ഇറ്റ് വിൽ ഫെയിൽ. അതായത് ഓൾമോസ്റ്റ് ഈൽഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ഫെയിൽ ആവും. ബട്ട് ഈ സ്ട്രേറ്റ് ലൈൻ കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ചില ഡീവിയേഷൻ ആണ്. അത് റൊട്ടേഷൻ കൂടുതലാണ്. ബേസിക്കലി ഒരു ബെൻഡിങ് എടുക്കുമ്പോൾ അതിന് നമുക്ക് അലവബിളിനേക്കാളും കൂടുതൽ റൊട്ടേഷൻ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും റൊട്ടേഷൻ വളരെ കൂടും. പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ബട്ട് സ്റ്റിൽ ദ മെറ്റീരിയൽ വിൽ റീച്ച് ഇറ്റ്സ് ഈൽഡ് മൊമെന്റ്. അതാണ് സെമി കോമ്പാക്ട്. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് നോക്കി കഴിഞ്ഞാൽ FI തന്നെയാണ്, റൈറ്റ്? Then we have the compact section. Compact ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കോമ്പാക്ട് ആയാലും
പ്ലാസ്റ്റിക് ആയാലും ഒരേ കപ്പാസിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ സെമി കോമ്പാക്ട് ആകുമ്പോഴാണ് ഇച്ചിരി കൂടി കപ്പാസിറ്റി കുറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഓൾമോസ്റ്റ് രണ്ടിനെ സിമിലർ ഫിഗർ ആണ്. കോമ്പാക്ട് കേസിലും ഫുൾ ക്രോസ് സെക്ഷൻ FI ആയിരിക്കും. എല്ലാം തന്നെ ഈൽഡ് ചെയ്യും, എല്ലാ ഫൈബർ ഈൽഡ് ചെയ്യും. സെയിം തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ കേസിൽ. അപ്പോൾ ഈ കോമ്പാക്റ്റും പ്ലാസ്റ്റിക്കും ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കോമ്പാക്ട് ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയിൽ ആവും, പെട്ടെന്ന് സ്ട്രെസ് താഴേക്ക് വരും. ബട്ട് പ്ലാസ്റ്റിക് സെക്ഷൻ ഡക്റ്റൈൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെസ് എത്തിക്കഴിഞ്ഞാലും കുറച്ചും കൂടി ലോഡ് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി, അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോഡ് ക്യാരി ചെയ്തിട്ട് റൊട്ടേഷൻസ് അത് എടുക്കും, കുറച്ചുകൂടി കൂടുതൽ ലോഡ് അത് ക്യാരി ചെയ്യും. So that's about the plastic section. So നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റിനും ഓൾമോസ്റ്റ് സെയിം കപ്പാസിറ്റി ആണ്. പക്ഷെ പ്ലാസ്റ്റിക് കുറച്ചും കൂടി കൂടുതൽ റൊട്ടേഷൻസ് എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ഡക്റ്റൈൽ ആണ് പ്ലാസ്റ്റിക്. കോമ്പാക്ട് ദെൻ സെമി കോമ്പാക്ട് വിൽ റീച്ച് അറ്റ് ദ MY വാല്യൂ ബട്ട് ഡോണ്ട് ഹാവ് ഡക്റ്റിലിറ്റി, അധികം ഇലോങ്ങേഷൻ ഇല്ല, സെന്റർ വളരെ കുറവാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ വാല്യൂസ്. ഇനി ഈ ഇക്വേഷൻസ് ആണ് ഇനി നിങ്ങൾ ബീമിന് യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസ്, റൈറ്റ്? സോ ഫോർ ദ പ്ലാസ്റ്റിക്, അതായത് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊവൈഡഡ് സെക്ഷൻ ഉണ്ടാവും, ബീം സെക്ഷൻ. ആ ബീം സെക്ഷൻ പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, സെമി കോമ്പാക്ട് ആണോ, സിലിണ്ടർ ആണോ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷനും ജനറൽ ഇക്വേഷൻ ആണ് M=FZ. ബട്ട് ഇതിൽ തന്നെ പ്ലാസ്റ്റിക് കോമ്പാക്ട് നമുക്ക് അറിയാം, അത് പ്ലാസ്റ്റിക് സെക്ഷനിലേക്ക് വരുന്നതുകൊണ്ട് ZP എടുക്കണ്ട. ZP എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയും, ZP ഇൻറ്റു FY, റൈറ്റ്? ഇനി സെമി കോമ്പാക്ട് സിലിണ്ടറും, അപ്പൊ ഇതില് നമുക്കറിയാം സെമി കോമ്പാക്ട് മാക്സിമം ഈൽഡ് എത്തുള്ളൂ. MD പറയുമ്പോൾ ZE ഇൻറ്റു FY, MD ZE ഇൻറ്റു FY. സോ ഇതാണ് മെയിൻ ഇക്വേഷൻസ് ഫോർ ഫൈൻഡിങ് ദ bending moment capacity for the beams. അപ്പോൾ ZP is the plastic section modulus, ZE is the elastic section modulus. So കുറെ അധികം ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷന്റെ ZPയുടെയും ZEയുടെയും വാല്യൂ സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ അനക്സിലുണ്ട്, IS കോഡ് അനക്സിലുണ്ട്. അത് വാല്യൂ ചൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ ഫൈൻഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് ലിമിറ്റിംഗ് വിടുന്നത്, അതായത് ഈ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ട പോലെ ടേബിൾ 2 ഓഫ് IS 800 ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. കോളത്തിന്റെയും ബീമിന്റെയും സെയിം തന്നെയാണ്. Then coming to the lateral stability of the beams. So lateral stability ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. So come to that. Okay, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Lateral stability of beams. Beam is subjected to bending stresses under applied loads. Yeah, that's fine. For simply supported beams, bottom flange will be under tension because purely bending ആണ്. താഴേക്കുള്ള ബെൻഡിങ്ങിൽ താഴെ ടെൻഷനും മുകളിൽ കംപ്രഷനും ആയിരിക്കും. This is the fine. For economy in beam design, the sections are so proportioned to satisfy IZ greater than IY. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ പൈ സെക്ഷന്റെ കേസിലാണെങ്കിൽ ഇതായിരിക്കും IZ, ഇത് Z, ഇത് IYY ആയിരിക്കും. അലോങ് ഇത് Y, ഇത് Y. സോ എപ്പോഴും നമ്മൾ ബെൻഡിങ് കേസിൽ നോക്കുമ്പോൾ IZന്റെ വാല്യൂ, അതായത് ബെൻഡിങ് ആക്സിസിലായിരിക്കും IZ എപ്പോഴും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എപ്പോഴും കൊടുക്കുക. അപ്പൊ IZ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ IY. ഇനി ഒരു പ്രശ്നത്തിലേക്ക് വരികയാണ്. സച്ച് സെക്ഷൻ is relatively weak in bending resistance in the plane normal to their web. So നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഒരു ലെങ്ത് വൈസ് വരയ്ക്കുവാണെങ്കിൽ, ഞാനിപ്പോ ഇതാണ് നമ്മുടെ ബീം, ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ പ്യുവർ ആയിട്ട് ഉള്ള വെർട്ടിക്കൽ ബെൻഡിങ്ങിലാണെങ്കിൽ ഈ പറയുന്ന പ്രൊവൈഡ് ചെയ്തിട്ടുള്ള IZ ഇസ് വെരി ഗുഡ്. ബട്ട് എന്തെങ്കിലും രീതിയിൽ ട്വിസ്റ്റിംഗ് ഇതിന്റെ ഒരു ടോപ്പ് വരയ്ക്കണം. ഇപ്പൊ സപ്പോസ് ഇതൊരു ലോങ് മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണെങ്കിൽ ഈ ബീം മുകളിൽ, അതായത്
ഇങ്ങനെ ബെൻഡ് ചെയ്യാനുണ്ട്. ഇത് എന്താ പറയുക, ഇത് ടോപ്പ് വ്യൂ ആണ്. ഇത് ബീം മുകളിൽ നോക്കുമ്പോൾ ബീമിന്റെ സൈഡിലേക്ക് താഴേക്ക് ബെൻഡ് ചെയ്യാണ്ട് ലോഡിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതിനാണ് ശരിക്കും ഒരു ലാറ്ററൽ ഡിഫർമേഷൻ എന്ന് പറയുന്നത് ബീമിന്റെ കേസ്. അല്ലെങ്കിൽ ഈ ബീം ആണെങ്കിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യും, ഇങ്ങനെ ബെൻഡ് ചെയ്യേണ്ട ബീം, ഇങ്ങനെ താഴേക്ക് ബെൻഡ് ചെയ്യേണ്ട ബീം ബെൻഡിങ് ഇൻ സൈഡ് വേസ്. സോ അതാണ് പറയാം, സച്ച് സെക്ഷൻ ഈസ്, അതായത് IZ വളരെ കൂടുതൽ കൊടുക്കുമ്പോൾ such section is comparatively on comparison with IZ and IY is weak in bending resistance in the plane normal to the web. Hence the compression flange buckles horizontally. അപ്പോൾ ഇവിടെയാണ് ബക്ലിങ്ങിന്റെ ഒരു കേസ് വരുന്നത്. ഇപ്പൊ നമ്മള് ഈ I സെക്ഷന്റെ കേസിൽ നമുക്ക് പ്യുവർ ബെൻഡിങ് ആകുമ്പോൾ മുകളില് കംപ്രഷനും താഴെ ടെൻഷനും ആണ്, റൈറ്റ്? സോ ടെൻഷൻ എടുക്കാനായിട്ട് സ്റ്റീലിന് യാതൊരു കുഴപ്പമില്ല, എത്ര ടെൻഷൻ കപ്പാസിറ്റി വന്നാലും സ്റ്റീൽ എടുക്കും. കംപ്രഷന്റെ കേസിൽ ഇപ്പോ ഇവിടെ ഇത് സപ്പോസ് ഇത് സോ ഇത് മുകളിൽ, അതായത് ഈ I സെക്ഷൻ ആണ് അസ്യൂം ചെയ്യുക, I സെക്ഷന്റെ ഇത് വെബാണ്, ഇത് രണ്ട് ഫ്ലാഞ്ച് അസ്യൂം ചെയ്യാം. ഇതിന് മുകളിൽ നമുക്ക് കംപ്രഷനും ഉണ്ട്, താഴെ ടെൻഷനും ഉണ്ട്. അപ്പോൾ ടെൻഷനിൽ ഞാൻ പറഞ്ഞു സ്റ്റീല് സ്ട്രോങ് ആണ്. ഈ കംപ്രഷന്റെ കേസ് വരുമ്പോൾ ഇവിടെ ഇത് ശരിക്കും ഒരു ഇങ്ങനെ ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. ബേസിക്കലി ഇത് കംപ്രഷൻ ഫോഴ്സും ഇത് ടെൻഷൻ ആക്ട് ചെയ്യും ഓൺ ദ സിംപിൾ സപ്പോർട്ടഡ് കേസിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്രഷൻ വരുമ്പോൾ ഇവിടെ വളരെയധികം ഒരു ബക്ലിംഗ് ഫിനോമിനൻ വരും. ഭയങ്കര കംപ്രസ്ഡ് ആകുമ്പോൾ ഇതിനെ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ടെൻഡൻസി വരും, ഡിസിപ്പേറ്റ് സ്ട്രെസ്. അപ്പോൾ ഈ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഹെൻസ് ദ കംപ്രഷൻ ഫ്ലാഞ്ച് വിൽ ബക്കിൾ ഹൊറിസോണ്ടലി, സൈഡിലേക്ക് ബക്കിൾ. നമ്മൾ ഈ കോളത്തിൽ പഠിച്ചിട്ടുണ്ട്. കോളത്തിൽ നമ്മൾ ഒരു കോളം നമ്മളിങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ശരിക്കും ഇതിന്റെ ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ, ഹൈറ്റ് ഓഫ് കോളം കൂടുതലാണെങ്കിൽ rather than the compression of the column will buckle like this. അത് lateral movement ആണ്, സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ്. സെയിം കേസാണ് ഇവിടെ വരുന്നത്. ശരിക്കും ഈ മുകളിലുള്ള മുകളിലുള്ള ബീമിന്റെ കംപ്രഷൻ ഫ്ലാഞ്ച് സൈഡിലേക്ക് ബക്കിൾ ചെയ്യും. അതാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത്. സോ hence the compression flange will buckle horizontally, but the bottom flange remains straight as it is in tension. താഴെ ടെൻഷനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. സോ അത് entire cross section rotate. അങ്ങനെ ആകുമ്പോൾ ഒരു റൊട്ടേഷൻ വരും ടോട്ടലി. So this is the figure which shows the lateral torsional buckling. So lateral torsional buckling. So the compression flange of the IB act as a column and buckle sideways. പറഞ്ഞ പോലെ മുകളിൽ sideways ഒരു buckling ഉണ്ടാവും. If the flange is not restrained laterally, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബീമിന്റെ ടോപ്പ് വ്യൂ മാത്രം എടുക്കുവാണ്, ഇത് ടോപ്പ് വ്യൂ ആണെങ്കിൽ നോർമൽ കേസിൽ അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങിൽ ഈ ബീം വെക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ റൂഫ് സ്ലാബോ, ഇവിടെ റൂഫ് സ്ലാബ് ഉണ്ടാവും, സൈഡിൽ റൂഫ് സ്ലാബ് അല്ലെങ്കിൽ ഫ്ലോർ സ്ലാബ് ഉണ്ടാവും. അപ്പൊ ഈ റൂഫ് സ്ലാബോ അല്ലെങ്കിൽ ഫ്ലോർ സ്ലാബോ ഉള്ളത് കൊണ്ട് ഈ ബീമിന്റെ ഇങ്ങനെയുള്ള സൈഡ് മൂവ്മെന്റ്സ് റെസിസ്റ്റ് ചെയ്യും. അതാണ് റിയാലിറ്റി സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബീം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഇഷ്യൂസ് ഉണ്ടാവുക. എന്തെങ്കിലും സൈഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ഫ്ലാഞ്ച് ഈസ് നോട്ട് റിസ്ട്രെയിൻഡ് ലാറ്ററലി. അപ്പോൾ നമുക്കിപ്പോ ഒരു മെയിൻ ടെർമിനോളജി കിട്ടി. ലാറ്ററലി റിസ്ട്രെയിൻഡ് ബീമും ലാറ്ററലി അൺറിസ്ട്രെയിൻഡ് ബീമും. സോ ലാറ്ററൽ ആയിട്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ കംപ്രഷൻ ഫ്ലാഞ്ചിനെ സൈഡ് ബൈ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ലാത്ത ബീംസിനെയാണ് എന്താണ് ലാറ്ററലി അൺറിസ്ട്രെയിൻഡ് ബീം എന്ന് വിളിക്കുന്നത്. ഒരു റെസ്ട്രെയിൻസും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട്സ് ഉള്ളതിന് ലാറ്ററലി റിസ്ട്രെയിൻഡ് ബീംസ് എന്ന് വിളിക്കും. സോ buckling of the beam loaded in the plane of the strong axis and buckling above the weak axis and accompanied by a twisting is called as the lateral torsional buckling. So ഇപ്പോൾ നോർമൽ ആയിട്ട് ഒരു ബീം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സൈഡ് വേയിലേക്ക് മാത്രം ബക്കിൾ ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ പറയുന്നത് ലാറ്ററൽ ബക്കിളിംഗ് എന്ന് മാത്രമാണ്. സോ ചില കേസിൽ ലോഡിന്റെ എഫക്ട് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ കൊണ്ടോ
In addition to the lateral buckling, the section will twist. ശരിക്കും twist ആയി പോകും സെക്ഷൻ. അങ്ങനെയുള്ള combination of lateral plus torsional buckling is called as the lateral torsional buckling. Okay. So നിങ്ങൾക്ക് ഇവിടെ ഇത് ഈ ഒരു ഫിഗർ ശരിക്കും ബീം തന്നെയാണ്. ഇതില് ബീം ഇങ്ങനെ ഇരിക്കുവാണ്. It's like this, and it is loaded, I think, like this. ഇങ്ങനെ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മുകളില് കംപ്രഷൻ വരും, താഴെ ടെൻഷൻ കംപ്രഷൻ. ഈ കംപ്രഷൻ വന്നതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് കംപ്രഷനിൽ ഒരു ഇവിടെയാണ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് കംപ്രഷന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഫിഗേഴ്സ് ഷോയിങ് സിമ്പിൾ ബീം കംപ്രഷൻ ടെൻഷൻ ആണ് നോർമലി വരുന്നത്. ഇവിടെയാണ് ബക്ലിംഗ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ചിന്റെ കേസ് വരുന്നത്. നമ്മൾ പറഞ്ഞ പ്യുവർ ബീം ഉണ്ട്. നോർമലി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. അതായത് പ്യുവർ ലാറ്ററലി റെസ്ട്രെയിൻഡ് ആണ്. സൈഡിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടും ലാറ്ററൽ ഡിഫ്ലക്ഷൻ. അല്ലെങ്കിൽ ഇതിന് ഇനീഷ്യൽ ലോഡിങ്ങിൽ എന്തായാലും കുറച്ച് താഴേക്ക് അല്ലെങ്കിൽ വെർട്ടിക്കൽ മൊമെന്റ് കപ്പാസിറ്റി ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് ലോഡ് കൂടുമ്പോഴാണ് ഇത് ലാറ്ററലി ബക്കിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഫ്രം ദ ആക്സിസ് സ്ട്രേറ്റ് ലൈൻ ആക്സിസ് ചെയ്യുന്ന ഇത്ര ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ടാവും. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കോമ്പിനേഷൻസ് ബക്ലിംഗ് ഓഫ് ദ കംപ്രഷൻ ഫ്ലാഞ്ച്. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു സൈഡ് വ്യൂ. സോ ഇനീഷ്യലി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ബീം, ഇങ്ങനെ സ്ട്രൈറ്റ് നിൽക്കേണ്ട ബീം ട്വിസ്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ ലാറ്ററൽ ഡിഫ്ലക്ഷൻ. ഇത്രയും ലാറ്ററലി മൂവ് ചെയ്യും. ആൻഡ് ട്വിസ്റ്റ് ഈസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ആംഗിൾ. ഈ ആംഗിൾ ചെയ്തിട്ട് ഇത്രയും ഇങ്ങനെ ഒരു വെർട്ടിക്കൽ കോളം വരുന്നെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആവുമ്പോൾ ഈ ഒരു ആംഗിളിലേക്ക് ട്വിസ്റ്റ് ചെയ്യും. ദാറ്റ്സ് അബൌട്ട് ദ ചാൻസസ് ഓഫ് lateral torsional buckling of the I-section beam. Quickly looking into the lateral torsional buckling again. So we have the laterally restrained beam. So ഞാൻ പറഞ്ഞതുപോലെ കംപ്രഷൻ ഫ്ലാഞ്ച് സൈഡിലേക്ക് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് റിയാലിറ്റിയിൽ കോൺക്രീറ്റ് സ്ലാബോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് ആസ് ദേ ആർ ലാറ്ററലി റെസ്ട്രെയിൻഡ് ബീം. സോ നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്. പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് ലാറ്ററലി റെസ്ട്രെയിൻഡ് ബീം മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ. സോ ബാക്ക് ടു സോ ഇങ്ങനെയുള്ള കേസിൽ ലാറ്ററൽ റെസ്ട്രെയിൻഡ് ആവുമ്പോൾ നമുക്ക് ഈ ടൈപ്പുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം. അതായത് സൈഡിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് ബക്കിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ടോർഷണൽ ആയിട്ടുള്ള എല്ലാ കേസും അവോയ്ഡ് ചെയ്ത് പ്യുവർ ബെൻഡിങ്ങിന്റെ കേസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ദാറ്റ്സ് അബൌട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ laterally restrained beam. The compression flange of the beam is restrained against the lateral buckling. So there are different ways of providing the supports and lateral supports. So ഇങ്ങനെയുള്ള കേസിലുള്ള ബീംസ് പഠിക്കുന്നുള്ളൂ. There is a ഇവിടെ നമുക്ക് ഒരു ലൈക്ക് ഐ സെക്ഷന്റെ മുകളിലത്തെ ഫ്ലാഞ്ച് ഓൾറെഡി ഒരു കോൺക്രീറ്റ് സ്ലാബിന്റെ ഉള്ളിലാണ്. സോ this portion is offering some resistance. ഈ കേസിൽ നമുക്ക് ഫ്ലാഞ്ചിന്റെ മുകളിലാണ് കോൺക്രീറ്റിന്റെ സ്ലാബ് ഉള്ളത്. ബട്ട് കണക്ടിങ് വിത്ത് എ റെസിസ്റ്റർ. ഇങ്ങനെ ആംഗിൾ സെക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ശരിക്കും നോക്കി കാണാൻ പറ്റും. ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്. സോ ഈ ആംഗിൾ സെക്ഷൻ ആദ്യം ഇതിന്റെ മുകളിലേക്ക് വെൽഡ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് ശരിക്കും ഈ ടോപ്പ് ഫ്ലാഞ്ച് സൈഡിലേക്ക് ഇവിടേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. ഇറ്റ് വോണ്ട് മൂവ് ടു ദിസ് അറേഞ്ച്മെന്റ്. അപ്പൊ ദേ ആർ ലാറ്ററലി റെസ്ട്രെയിൻഡ് ബീം. ഇനി ഇത് റിയൽ കേസിലുള്ള വേറെ ലൈക്ക് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ക്രോസ് ബേസിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം കോളംസ് ആണ്. ഈ ബ്ലാക്ക് ഡോട്ട്സ് കോളംസ് ആണ്. നമുക്ക് മെയിൻ ബീംസ് ഉണ്ട്. ഇതെല്ലാം ബീമാണ്. ബീം 1, ബീം 2, ബീം 3, ബീം 4. നമുക്ക് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ബ്രേസിംഗ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദ ബീംസ് വോണ്ട് മൂവ് ലാറ്ററലി. പിന്നെ ഡയഫ്രം. ഇതൊരു ഐ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ക്രോസ് സെക്ഷൻ ആണ്. ഡയഫ്രം പ്രൊവൈഡ് ചെയ്യുമ്പോഴും this will prevent the entire depth. ഇത് ഫുൾ ചെയ്യും. ബട്ട് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് കംപ്രഷൻ റീജിയൻ ആണ്. അപ്പൊ ഈ കംപ്രഷൻ റീജിയനിലെ ലാറ്ററൽ മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ഐ സെക്ഷൻ പ്യുവർ ആയിട്ട് ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ക്രോസ് ഫ്രെയിം വേറെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ജനറൽ ഇത് നിർത്താം. നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ്സിലല്ലോ.
ഉണ്ട് സർ. 10th 11 ക്ലാസ് ഉണ്ട് വേറെ. ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അത് ഞാൻ Okay, വൈൻഡപ്പ് sir. ചെയ്യാം. നമുക്ക് 11 മീറ്റ് ചെയ്യാം. ഓക്കെ സർ.